Abuse has been so normalized that many men don't even understand that what they are doing to their wives is abuse. And many women keep taking this because they don't understand what they are taking is abuse. And many parents, when their daughters go and try to talk about this, they keep saying things like, it is okay, it happens everywhere, why don't you adjust? Everybody goes through this, just because they don't understand what their daughter is trying to talk about is abuse. പല സ്ത്രീകളും നമ്മുടെ അടുത്ത് വന്ന് പറയാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനാണ്, പക്ഷെ ദേഷ്യം വന്നാൽ കഴിഞ്ഞു പിന്നെ വായി പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറയും. എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയും, വളരെ മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യും. ഡിയർ മെൻ ആൻഡ് വിമൻ, ദിസ് ഇസ് വെർബൽ അബ്യൂസ്. അതേപോലെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റ്സോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ ഒക്കെ വരുന്ന സമയത്ത് എന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ സംസാരിക്കും. ലൈക്ക്, നീ വെറും ഒരു ഹൗസ് വൈഫ് അല്ലേ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, നീ എന്നെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ജീവിക്കുന്നത്, ഞാനില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. സോ ഓൾ ദീസ് ആർ ഇമോഷണൽ അബ്യൂസ്. ആൻഡ് വി ഓൾസോ ഹിയർ വിമൻ സ്പീക്കിംഗ് ലൈക്ക് വല്ലപ്പോഴും ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൊണ്ടാവും കേട്ടോ എനിക്ക് തല്ലും കിട്ടാറുണ്ട്. Dear men and women, this is physical abuse. Dear men, please try to understand that your anger, your frustration, your intolerance, your work pressure, come what may, does not give you the rights to insult or abuse your wives. And dear women, please try to understand that you have all the rights to say no to such behaviors. And dear parents, when your daughter is trying to come and talk about it, please try to address it rather than dismissing it or normalizing it. Awareness is very important. ഇത് തിരിച്ചാണെങ്കിലും കേട്ടോ, ഇപ്പോൾ ഇത് സ്ത്രീകളുടെ സൈഡിൽ നിന്ന് പുരുഷന്മാരാണ് ഇത് നേരിടുന്നത് എങ്കിലും അതും അബ്യൂസ് തന്നെയാണ്. മെജോറിറ്റി കേസസിൻ്റെ പുറത്ത് സംസാരിച്ചു എന്നേ ഉള്ളൂ.